ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. സത്യം പറഞ്ഞാലേ ആരിഫ് ഹുസൈൻ ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു, ഇതേപോലുള്ള ദജ്ജാലുകളെയാണ്. ആർപിക്ക് ശരിക്കും മണ്ടനാണ്. കാര്യം ആർപിക്ക് അറിയാതെ ഇസ്ലാമിന് വേണ്ടി PR വർക്ക് ചെയ്തോണ്ടിരിക്കുക. കാരണം ഈ ചങ്ങായി വലിയ വായിൽ മണ്ടത്തരൊക്കെ വിളിച്ച് പറയും. അപ്പൊ ആരിഫിന്റെ ചിങ്കടികൾ വെച്ച് ബാക്കി വഴി പോണവരൊക്കെ ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിനുള്ളിൽ തന്നെയുള്ള തലപ്പാവ് ധരിച്ച ചില ഇതേപോലുള്ള ദജ്ജാലുകളെയാണ്. എന്താ പറഞ്ഞത്, നബി നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും തലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇമാമിങ്ങൾ അത് സ്ഥിരപ്പെടുത്തുകയാണ്. സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പൊ ആ ചങ്ങായി പറഞ്ഞതിനുള്ള മറുപടി ഇവിടെ ആ പ്രസംഗിച്ച ചങ്ങായിനെ കൊടുത്തിട്ടുണ്ട് കേട്ടങ്ങള്. അപ്പൊ എന്തായാലും തുടക്കം മുതൽ പറയുന്നതൊന്ന് കേൾക്കാം വിഷയത്തിൽ കേട്ടോ. അപ്പൊ ഭാര്യയേക്കാൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞിടത്ത് നമ്മളൊരു മസാല പറഞ്ഞപ്പോ അതിന്റെ മേലിലൊക്കെ പിടിച്ച് തൂങ്ങിയിട്ട് നമ്മളെ അങ്ങോട്ട് നശിപ്പിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത് വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ച ഏതൊരു മതയുക്തിവാദി നമ്മുടെ ക്ലിപ്പിട്ടുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ ഇവന്മാര് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതൊക്കെ അങ്ങോട്ട് ചെയ്താൽ ഇവർക്കെന്തോ നേടി എന്ന രൂപത്തിലാണ് ഇതൊക്കെ ഉള്ളത്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ അപ്പൊ കേട്ടില്ലേ? അപ്പൊ ഇതാണ് തുടക്കത്തിൽ പറയുന്നത്. ഈ വ്യക്തിയെ മതയുക്തിവാദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങായിന്റെ വീഡിയോ ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ ആരിഫ് ഹുസൈനെതിരെയും അതുപോലെ തന്നെ നമ്മൾ ദീനിനെതിരെ വരുന്ന പല ശക്തികൾക്കെതിരൊക്കെ ഇദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ പല വിഷയങ്ങളും ഇദ്ദേഹം വളരെ അടിസ്ഥാനപരമായി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ നൗഷാദിന്റെ ഈ വികലമായ ആശയത്തെ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇതിന് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി കൊടുക്കാൻ ഇവിടെ നൗഷാദ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലെ ഈ നൗഷാദ് പറയുന്നത് ഇവനെ കൊണ്ട് മറ്റുള്ളവരാരോ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പം പറയാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. ഇവൻ ആദ്യം ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. ആ സംഘടന ഇവനും അതുപോലെ തന്നെ ഇവന്റെ മശായിക്കായിരിക്കുന്ന വേറൊരു ചങ്ങായിണ്ട്. അത്തരം ആൾക്കാരിലുള്ള വികലമായിട്ടുള്ള ആശയങ്ങൾ കാരണം ഈ ആളുകളെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇവൻ ആദ്യം പ്രവർത്തിച്ചിരുന്ന സംഘടന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലായിരുന്നു. അപ്പൊ ആ സംഘടനയിലുള്ള അവരുടെ സമസ്ത മുഷാവറ തന്നെ AP ഉസ്താദ് തന്നെ ഈ ആളുകളെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ അവരോട് വളരെ ദേഷ്യമാണ് ഇത്തരം ആളുകൾ. ഇവന്മാർ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കണം, അധിക ദിവസങ്ങളുണ്ടാവും. എന്നിട്ട് ഈ വിഭാഗത്തെ കുറ്റം പറഞ്ഞു നടക്കലാണ് പണി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലടക്കാണ് ഇങ്ങനത്തെ ഒരു അബദ്ധങ്ങളിലൊക്കെ വന്ന് ചാടുന്നത്. അത് തന്നെയാണ് ഇപ്പൊ അടുത്ത ദിവസം പറഞ്ഞത്. മടവൂരാണ് ഞങ്ങളെ പടച്ചവൻ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട് അത് വല്ലാണ്ട് രീതിയിൽ വൈറലായി. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഈ വന്നത്. അപ്പോ ഇവൻ തന്നെ ഇയാളുടെ പ്രസംഗം കേൾപ്പിക്കുന്നുണ്ട് നൗഷാദ്. അതാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. അത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ, കുറഞ്ഞ ഭാഗം കേൾപ്പിച്ചുകൊണ്ട് ഇവൻ പറയുന്നുണ്ട് അതിനുള്ള മറുപടി. കാരണം എന്ത് തന്നെ പറഞ്ഞാലും അതിനൊക്കെ മറുപടി എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക. അപ്പൊ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇമാമിങ്ങൾ അത് സ്ഥിരപ്പെടുത്തുകയാണ്. ഇനി നോക്കുങ്ങൾ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അതേ ഇബാറത്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ നമ്മൾ അങ്ങ് നോക്കിയാൽ ഇത് പറയാത്ത, ഇത് ചർച്ച ചെയ്യാത്ത ഇമാമിങ്ങൾ ആരാ ഇവിടെ ഉള്ളത്? ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരുടെ അൽ ഗായത്തു ഫി ഇഖ്തിസാരിൻ നിഹായ എന്ന ഗ്രന്ഥം, വലൗ റഅംറഅതൻ ഫവഖഅതു മിൻഹു ബിമൗഖിൻ ലസിമ സൗജഹാ തലാഖുഹാ. ഇത് പറയാത്ത ആരുമില്ല കൂട്ടുകാരെ. ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി തങ്ങൾ അവര് അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത എങ്ങനെ പറയുമ്പോൾ അൽ ആശിർ ഇദാ വഖഅ ബസറുഹു അല ഇംറഅത്തിൻ വജബ അലാ സൗജിഹാ തലാഖുഹാ. ഇങ്ങനെ ഒക്കെ ഒരേ അർത്ഥം. ഇതിന്റെ ഒക്കെ തുടക്കം ഹിജ്റ 505 വഫാത്തായ ഇമാം ഗസാലി തങ്ങളുടെ അൽ വസീത്ത് ശാഫിഈ മദ്ഹബിലെ വലിയ ഗ്രന്ഥം, ഇതേ ഇബാറത്ത് ഇദാ വഖഅ ബസറുഹു അല ഇംറഅത്തിൻ ഫവഖഅതു മിൻഹു മൗഖിയൻ വജബ അലാ സൗജി തത്ലീഖുഹാ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത്. അങ്ങനെ തുടങ്ങി എത്ര ഇബാറത്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. 200ഓളം ഇബാറത്തുകൾ ഞാൻ ഇതിൽ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം കൂടി വായിക്കേണ്ടതില്ല. എല്ലാം കൂടി വായിക്കണ്ട. ഏതെങ്കിലും ഒന്നിന്റെ അർത്ഥം നേരം പോലെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതോ പറഞ്ഞില്ല. ഇബാറത്തുണ്ട്. എന്ത് വിഷയത്തിലാണ് ഇബാറത്ത്? മറ്റൊരാളുടെ ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കെട്ടിച്ചു കൊടുക്കാം എന്നതാണോ ഇബാറത്തുള്ളത്? ഇവിടെ തന്നെ ഓൻ ആദ്യം എന്താ പറഞ്ഞത്? ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ മുത്തുനബിയെ സ്നേഹിക്കണം എന്നിടത്ത് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാണ്ട് ഭാര്യ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിടത്തല്ല. അങ്ങനെയല്ല വിഷയം എന്നുള്ളതാണ് ഇപ്പൊ ആദ്യം തന്നെ സമർത്ഥിക്കാൻ നോക്കുന്നത്. എന്നിട്ടിപ്പം പറഞ്ഞു വരുന്നത് ഈ ഇബാറത്തുകൾ എന്താ അതിനർത്ഥം എന്നുള്ളത് ഇവൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇവൻ കുറെ കിതാബുകളുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇതിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താ എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനേ ഇവന്മാർക്ക് കഴിയുള്ളൂ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു പോയതാണ് അല്ലേ? ഇനി മുത്തുനബി നമ്മുടെ ഇടയിലേക്ക് വരില്ല. മുത്തുനബിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. ഇനി നമ്മുടെ ആരുടെയും ഭാര്യമാരെ മുത്തുനബിക്ക് വിവാഹം ചെയ്ത് കൊടുക്കേണ്ട കാര്യവും ഇവിടെ ഇല്ല.
അങ്ങനെ ഒരു വിഷയങ്ങളും ഇല്ല. നമ്മളിവിടെ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ, മറ്റുള്ളവരെക്കാളും എല്ലാവരെക്കാളും ഇഷ്ടപ്പെടണം മുത്തുനബിയെ എന്നുള്ളതാണ്. ആ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ വലിച്ചിടുന്നത്? ഇതെന്തിനാണ് വലിച്ചിടുന്നത്? ദീനിന്റെ ശത്രുക്കളായിരിക്കുന്ന ആളുകൾക്ക് വടികൊടുക്കുക തന്നെയാണ് ഈ ചങ്ങായിമാർ ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. വെറുതെ ഒരാവശ്യമില്ലാതെ വടികൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത ദിവസം ഇവന്റെ ഒപ്പമുള്ള വേറൊരു ചങ്ങായിണ്ട്, ഒരു ചെറിയ ചങ്ങായി, ഇവന് മുത്തുനബിയെ അപമാനിക്കുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചറിയാം നിങ്ങൾക്ക്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് നിന്ന് നമ്മൾ ഈ പാട്ട് പാടുന്ന പെട്ട ടീം ഇവരുണ്ടെങ്കിൽ മഹമ്മദോ ആ അബ്ദുല്ലാന്റെ ആ കച്ചവടം നടത്തിയായിരുന്നു മഹമ്മദ്, ഓൻ പിന്നെ നബിയായി? ഓനെങ്ങനെ വിവരണ്ടോ? ഓൻ വല്ല തൗറാത്തും പഠിച്ചോ? തൗറാത്തും ഇഞ്ചിലും അള്ളാന്റെ കിതാബ് ഉണ്ടെന്ന് നോക്കൂ ഇവൻ പറയുന്നത്. മുത്തുനബിയുടെ കാലത്ത് ഇന്നത്തെ ഈ പാട്ടുകാരായിരിക്കുന്ന ആളുകൾ അന്നുണ്ടെങ്കിൽ മുത്തുനബിയെ ഈ രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോ എന്താ സംഭവം എന്നറിയങ്ങള്? ഒരു കഥ പറഞ്ഞത് കേൾക്കാം. ഒരു സ്ത്രീ ഇങ്ങനെ അടിച്ചൂരിയാണ് മുറ്റം അടിച്ചൂരുന്നതിന്റെ ഇടയ്ക്ക് ഈ പെണ്ണ് ഭയങ്കര കരച്ചിലത്രേ. അപ്പോ എല്ലാവരും കൂടി പോയി ചോദിച്ചു, എന്തേ വളരെ കരയുന്നു എന്ന് ചോദിച്ചപ്പോ ഓള് പറയാണ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നെങ്കിൽ, അത് വലിയ കുണ്ടുള്ള ഒരു കിണറായിരുന്നെങ്കിൽ, ആ കിണറ്റിലേക്ക് എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, അതിലേക്ക് ആ കുട്ടി വീണ് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് കരഞ്ഞു പോയതാണ്. ഇപ്പൊ സത്യം പറയാച്ചാൽ ഈ പെണ്ണിന് കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഈ പെണ്ണിന്റെ ആ പെണ്ണാണ് ഇതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് പറയുന്നത്. അതേമാതിരി ഒരു കാര്യമാണ് ഇപ്പൊ ഇവൻ ഈ പറയുന്നത്. അതും ആരെ വെച്ച്? മുത്തുനബിയെ കുറിച്ച്. മുത്തുനബിയെ അപമാനിക്കുകയാണ് ഈ ജാഹിലിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, സൂചിപ്പിക്കാൻ കാരണം, ഇതൊക്കെ യുക്തിവാദികൾക്കും മതയുക്തിവാദികൾക്കും ഇട്ടുകൊടുത്ത് നമ്മളെന്തോ പറയുന്നത് അബദ്ധമാണ് എന്ന് വരുത്തി തീർത്ത് എന്തൊക്കെയോ സംഭവമാക്കാനുള്ള നിയൽവാദികളുടെ ശ്രമവും വിലപ്പോവുകയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇമാമിയങ്ങളുടെ ഖൗലിന്റെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ പെണ്ണിനെയും കാണുമ്പോൾ ആഗ്രഹിക്കുന്നോ, അതങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നൊന്നല്ല പറഞ്ഞേ. മഹബ്ബത്തിന്റെ ആഴം പറയുകയാണ്. മഹബ്ബത്തിൽ അവിടെ എല്ലാം ഫനാ ചെയ്യുകയാണ്. എല്ലാം അവിടെ ഒന്നുമില്ല, സ്വന്തം ശരീരം തന്നെ അല്ലല്ലോ. യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഇറങ്ങുകയാണല്ലോ സ്വഹാബികൾ, പിന്നെ അവിടെ ശരീരം തന്നെ നോക്കണില്ല. എന്നിട്ടല്ലേ അവിടെ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഇന്ന് നമ്മൾ മാത്രമല്ല, ഇന്ന് വളരെ ഭംഗിയായി കാസിമിയുടെ ഒരു പ്രസംഗം ഇന്ന് വന്നിട്ടുണ്ട്. അത് യുക്തിവാദികൾക്ക് ഇത്തരം ക്ലിപ്പുകൾ ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത്. ആരാ ഇട്ട് കൊടുക്കുന്നത്? ആരാ ഇത് പറയുന്നത്? ഇവരെ പോലത്തെ ആളുകൾ തന്നെ. അപ്പൊ അതിന്റെ അവസാനം പറയുന്ന കേട്ടങ്ങള് കാസിമിയുടെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ അയാളുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് ആരാണ്? ഇവൻ തന്നെയാണ്. ഇവനും അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതിന്റെ തെളിവുകൾ ഞാൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാര് ദീനിന്റെ ശത്രുക്കളാണ്. അപ്പോ അത്തരം ആളുകളായിട്ട് വലിയ ബന്ധവന്മാരുണ്ട്. ഇപ്പോ രണ്ടാം ചേകനൂരായിരിക്കുന്ന CH മുസ്തഫയെ ഇവരുടെ ആസ്ഥാനത്ത് വന്ന് കുടിയിരുത്തുകയും കൊണ്ടുവരികയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത അത് മാത്രമാണോ? അതുപോലെ തന്നെ ദീനിനെ പൊളിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കീഴിൽ രൂപീകരിച്ച സൂഫി ബോർഡ്. അപ്പൊ ദീനിന്റെ ശത്രുക്കളായിരിക്കുന്ന ആൾക്കാരോട് വലിയ കയ്യൊപ്പ് നടത്തുന്ന ഒരു വിഭാഗമാണ് ഇവര്. അപ്പോ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവന്മാരോർക്ക് മുത്തുനബിയോട് ഒരു ഉപ്പില്ല. മുത്തുനബിയോട് ഇഷ്ടം പറഞ്ഞപ്പോഴൊന്നുമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടി പറഞ്ഞതാരോ? ഇവന്മാരുടെ ഷെയ്ക്കായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവന്മാരുടെ ഇടയിൽ ഒരുപാട് പുതപ്പൊക്കെ ഇങ്ങനെ പുതച്ച് വലിയ ഔലിയായിട്ട് ചമയും. പുറമൊക്കെ പോകുമ്പോൾ ജീൻസ് പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഫ്രീക്കനായിട്ടാണ് പോവുക. ഇതാരും അറിയില്ലല്ലോ. അങ്ങനെ വിദേശ രാജ്യങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെയാണ് ഈ ലോകം അംഗീകരിക്കണം, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്, അവനാണ് ഔലിയ. അവന്റെ മുമ്പിൽ എന്ത് വേണം? ഇവനെ പോലത്തുള്ള മുരീദുമാർ അവിടെ ചെല്ലും. അപ്പൊ അവരുടെ ഭാര്യമാരെ അവന്മാർക്ക് കാഴ്ചവെക്കണം. അതിന് ചരിത്രങ്ങളൊക്കെ മുത്തുനബിയുടെ പേരിൽ വളച്ചുണ്ടാക്കിക്കൊണ്ട് സമർത്ഥിക്കാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ തെളിവുകൾ പുറത്തു. ഇവന്മാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡോസായിട്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു വെക്കാം. നോക്കി നിങ്ങൾ, ഈ ഇവന്മാരുടെ ഈ മഷായിക്ക് എന്ന് പറയുന്ന ആള് ഇവരുടെ മടവൂർ കോട്ടയിൽ നടത്തിയ പരിപാടിയിൽ ഈ ചെങ്ങായിമാർ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിക്കാം കേട്ടോ. നിങ്ങളെന്തോ കാട്ടിക്കൂട്ടിയിട്ട് നടക്കണ കാര്യമല്ലത്. ഒന്ന് ഹാലുടയവർ അല്ലാഹുവിന്റെ കൂടെ എന്ന ഹാലത്തിലുള്ള മശായിഖന്മാരാണ് ദീൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പരതമ്മുടെ ആള് ഞാൻ എന്നവർ. ആ ആളാത് ഏത്? ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പരതമ്മുടെ ആള് ഞാൻ എന്നവർ. ബലുണ്ടാകുമ്പോൾ ബലല്ലാണ്ട് ദീൻ നടത്താൻ വേറെ ആരാ? അള്ളാന്റെ ഔലിയാക്കൾ തന്നെ ഏത് കാലത്തും ദീൻ നടത്തുന്നത്. അള്ളാന്റെ ദീൻ നടത്തുന്ന ആളാത്രേ അപ്പുറത്തിരിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്ന ഷെയ്ക്ക് പറഞ്ഞു കൊടുക്കുക അപ്പുറത്തിരിക്കുന്ന ഷെയ്ക്കിനെ. ഇനി അത് മാത്രല്ല, ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചില്ലേ ഈ നൗഷാദ്, ഇവനക്കും പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കേട്ടോക്കാം. അല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓറും
എല്ലാ മശായിഖന്മാരും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആരെ കൊണ്ട്? ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദിനെ കൊണ്ട്. അത് ഔലിയാക്കള് വല്ലാത്തൊരു ഭാഗ്യം തന്നെ, ഹസനി ഉസ്താദിന്റെ ഭാഗ്യം. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും നിർദ്ദേശത്തിൽ നോട്ടത്തിൽ ഇതിങ്ങനെ സംസാരിക്കാൻ പറയാൻ ഒരു ഭാഗ്യം കിട്ടുക, അതൊരു വല്ലാത്ത കഴിവാണ്. ഇനിയിപ്പോ എല്ലാവരും കൂടി ശ്രമിച്ചാലും തൽക്കാലം നടക്കൂല. കാരണം അത് പറയിപ്പിക്കുന്ന ആളുകൾ അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അതുകൊണ്ടാണല്ലോ ഓരോ ഈ സദസ്സ് പറഞ്ഞ് ഹസനി 2 വാക്ക് പറയട്ടെ. ഇതന്നെ എല്ലാ മഹാന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് കഥ. അപ്പൊ ഇവന്മാര് പറഞ്ഞു കൊടുക്കുന്നതാണ് കോളാമ്പി ആയിട്ടുള്ള മറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനൊന്നും ഒരു അടിസ്ഥാനം ഉണ്ടായിട്ടൊന്നല്ല. ഇവിടെ കിതാബ് എടുക്കണ്ടായി അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇവന്മാർക്ക് ആവശ്യം എന്താ അറിയോ? ദീനിനെ വികലമായിട്ട് കാണിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൈയടിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കുത്തിത്തിരിപ്പ് കമ്പനിയെ നമ്മൾ തിരിച്ചറിയാം.